മ്യൂസിക് ലവ് ബേർഡ്സിൻ്റെ 5th വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്. അതായത് 4 വ്ലോഗ് തീർക്കാൻ പറ്റി അല്ലേ? അഞ്ചാമത്തെ വ്ലോഗിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. അതെ അതെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ചെറിയൊരു തോട്ട് തന്നിരുന്നു. അതുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. അതെ, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. ഞങ്ങളെ ഒത്തിരി പേര് ഞങ്ങളെ വിളിച്ച് നല്ല പാട്ടായിരുന്നു, നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു, നല്ല വ്യൂ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഞങ്ങൾ പിന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറഞ്ഞതൊക്കെ ഞങ്ങൾ മാറ്റുന്നുണ്ട്. അതിനൊക്കെ ഒത്തിരി നന്ദി. നിങ്ങളുടെ സഹകരണത്തിനായിട്ട് നന്ദി അറിയിക്കുന്നു. ഇപ്രാവശ്യത്തെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം, നമ്മുടെ സ്നേഹം എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് അല്ലേ? മറച്ചു വെച്ച് മനസ്സിൽ വെച്ചിരിക്കാനുള്ളതല്ല. അത് നമ്മുടെ ചുറ്റുമുള്ളവരോട്, അല്ലെ നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്തുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിരിക്കാം, മക്കളായിരിക്കും, നമ്മൾ ഇടപെടുന്നവരോടെല്ലാം നമ്മൾ എന്താ നമ്മളുടെ ഹൃദയത്തിൽ നിന്നുള്ളത് ഭാഷയിൽ സംസാരിക്കാൻ, അല്ലെ അവരോട് എക്സ്പ്രസ് ചെയ്യാൻ അതിനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയേ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ തലമുറ, ഇനിയുള്ള ടീനേജേഴ്സ് എന്നൊക്കെ പറയുന്നവർ അവരെല്ലാവരും ഒരു 90% ടീനേജേഴ്സിൻ്റെ കംപ്ലൈൻ്റാണ് പപ്പായ്ക്കും മമ്മിക്കും ഞങ്ങളോട് സംസാരിക്കാൻ സമയമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, സമയവുമില്ല, സൗകര്യമില്ല, അവർക്ക് തിരക്കുകൾ, അവരുടേതായ ടെൻഷൻസ്. പക്ഷെ അതല്ല, നമ്മളുടെ മക്കൾക്ക് വേണ്ടി സമയം എടുത്തേ പറ്റുള്ളൂ. അല്ലെ നമ്മൾ അവരുടെ ആ ജനറേഷൻ നഷ്ടപ്പെടുത്തി കളയാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് നമ്മളത് എക്സ്പ്രസ് ചെയ്യും. കർത്താവിനെ നമ്മൾ അതല്ലേ പഠിപ്പിക്കുന്നത്. നമ്മൾ കർത്താവിനെ നമ്മളെ ജീവിതത്തിൽ ഇതെല്ലാം കാണിച്ചു തരുവാണ്, എക്സ്പ്രസ് ചെയ്തും അല്ലേ? സ്വന്തം ജീവനെ തന്നെ നമുക്ക് വേണ്ടി തന്ന കർത്താവ് അല്ലേ? അല്ലാതെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയതല്ല നമ്മുടെ കർത്താവ്. സ്നേഹത്തിന് ജീവനെ കൊടുക്കുന്നതിലും വലുതായ സ്നേഹമില്ല എന്ന് കർത്താവ് പറഞ്ഞു. അത് തൻ്റെ പ്രവൃത്തി ചെയ്ത് കാണിച്ചു. തൻ്റെ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു അല്ലേ? രക്തം ചിന്തി മരിച്ചു. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു അല്ലേ? അതാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇപ്പം ഒരാള് സങ്കടത്തിലിരിക്കുമ്പോൾ നമുക്ക് സങ്കടപ്പെടാനായിട്ട് വളരെ ഈസിയാണ് അല്ലേ? പക്ഷെ ഒരാൾക്കൊരു സന്തോഷം ഉണ്ടാകുന്ന അവസ്ഥയിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും നമുക്ക് പറ്റത്തില്ല. നമുക്ക് മറ്റുള്ളവർക്ക് ദുഃഖം വരുന്നത് കുഴപ്പമില്ല, പക്ഷെ സന്തോഷം വരുമ്പോൾ അതെന്താ പറ്റാത്തതെന്ന് പറയാൻ നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആരായാലും അവരോട് ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമുക്ക് സന്തോഷം, അവിടെ സന്തോഷം വരുമ്പോൾ നമുക്കും ഒരു സന്തോഷം. നമ്മുടെ അയൽവാസികൾ അല്ലെ, നമ്മുടെ സഹോദരങ്ങൾ, അവരൊക്കെ നന്നായിട്ടിരിക്കട്ടെ, ബ്ലെസ്ഡ് ആയിട്ടിരിക്കട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി അവരെ സ്നേഹിക്കുക, അവരെ അനുഗ്രഹിക്കുക. അങ്ങനെയുള്ളവരായി തീരണം നമ്മൾ. അപ്പം അതിന് കഴിയണമെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, ദൈവമായിട്ടുള്ള പ്രാർത്ഥനയിലും ബന്ധത്തിലുമായിരിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു കർത്താവിനെ പോലെ നമ്മളായിത്തീരത്തുള്ളൂ. അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആൻസർ പറയാനായിട്ട് മറന്നുപോയി കേട്ടോ. യെസ്, ആൻസർ പറയാൻ മറന്നുപോയി. വിന്നേഴ്സിന്റെ പേര് നമ്മൾ പറഞ്ഞു കറക്റ്റായിട്ട്, പക്ഷെ ശരിയായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ പറയാനായിട്ട് മറന്നുപോയി. കറക്റ്റ് ആൻസർ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. സങ്കീർത്തനം 84-ന്റെ 3-ഉം 5-ഉം വാക്യമായിരുന്നു. അത് 3-ാം വാക്യം പറയുന്നത്, കുരികിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. അപ്പം കുരിയിൽ തനിക്കൊരു വീടും മീവൽ പാർവതൻ കുഞ്ഞുങ്ങൾ. അത് 5-ാം വാക്യം പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യം. അപ്പം ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ. അപ്പം അതിൻ്റെ പല്ലവി പാടാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം പലരും വേറെ ഏതൊക്കെയോ പാട്ടുകൾ പറയും. അപ്പം അതല്ല, സേനയിൻ അധിപൻ ദേവനിൽ അതിയായി എന്നുള്ള പാട്ടാണ്. നമ്മൾ അതിൻ്റെ ആൻസർ തന്നവർക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ആൻസർ ഒരാൾ തന്നിട്ട് നമ്മൾ പറയാൻ മറന്നുപോയി. അതെ, അത് ഷേർലി സണ്ണി, സൗദിയിലുള്ള ഷേർലി സണ്ണിയുടെ പേര് പറയാൻ മറന്നുപോയി. ഞങ്ങളോട് ക്ഷമിക്കണം. അത് ശരിക്കും സംഭവിച്ചത് വാട്സപ്പിലാണ് മെസ്സേജ് വന്നത്. അപ്പോൾ വാട്സപ്പിന്റെ ഒരു പ്രശ്നമാണത്. നമുക്കതിന്റെ ഹിസ്റ്ററി പിന്നെ നമ്മൾ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ അപ്പോൾ അത് പോകും. മെയിലാണെങ്കിൽ പക്ഷെ അത് നമുക്ക് വീണ്ടും അതിന്റെ ഹിസ്റ്ററി ട്രാക്ക് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ അയക്കരുതെന്നല്ല കേട്ടോ, വാട്സപ്പിൽ അയച്ചോളൂ, നോ പ്രോബ്ലം. അപ്പം അത് ജിമെയിൽ അയക്കുക. അപ്പൊ എല്ലാരും അടുത്തത് പിന്നെ ഒരാള് അദ്ദേഹം അതായത് റേച്ചൽ ബീന തോമസ്, കുവൈറ്റിൽ നിന്നുള്ള റേച്ചൽ ബീന തോമസ് ഞങ്ങൾക്ക് ഇപ്പോഴാണ് 3rd വ്ലോഗിൻ്റെ
പസിലിൻ്റെ ആൻസർ തരുന്നത്. അവർ ബീനായ്ക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു ലേറ്റായിട്ടായിരിക്കാം കണ്ടത്. അപ്പോൾ 4th വ്ലോഗിലെ പസിലിൻ്റെ ആൻസറാണ് ഞങ്ങളിപ്പോൾ പറയാൻ പോകുന്നത്. അത് നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരണേ എന്നുള്ള ആ പാട്ട് ഞങ്ങൾ പാടിയിരുന്നു. അതെവിടെയാണ് ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതിൻ്റെ ആൻസറാണ് യോഹന്നാൻ 6:68 ഞാൻ ഒത്തിരി പേര് ആൻസർ ചെയ്തു. 9 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതിൽ ആദ്യമായിട്ട് വന്നത് മിനി കാർത്തികപ്പള്ളി, രണ്ടാമത് പ്രീസി മാത്യു കാർത്തികപ്പള്ളിയിലുള്ളത്, അത് മീനു കോഴഞ്ചേരി, മീനു വർഗീസ് കോഴഞ്ചേരി, അടുത്തത് സ്നേഹ ജിജി കൊട്ടാരക്കര, മില്ലി റിനോഷ് ചെങ്ങന്നൂർ, ജോൺസൺ ടി എസ് ഫ്രം തിരുവനന്തപുരം, റെജി കോട്ടയം, രാജു കൊല്ലം, ഷേർലി രാജു മുംബൈ. എല്ലാവർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. ഇനിയും നിങ്ങൾ പങ്കുചേരണം. ഞങ്ങളുടെ അടുത്ത വ്ലോഗ്സ് ഒക്കെ കണ്ട് അതിൽ ഇനിയും പസിലുണ്ട് കേട്ടോ, അതിലൊക്കെ പങ്കുചേരണം. അതെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കളയരുത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തുടർന്നും ഞങ്ങൾക്ക് ജിമെയിലുകൾ അയക്കുക. അടുത്ത പസിലിൻ്റേത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോഴേ കേൾക്കണ്ട, ഞങ്ങൾ പുറകാലം അറിയിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പാടുന്ന പാട്ട് ക്യാപ്റ്റൻ സാജൻ ജോൺ എഴുതിയൊരു സോങ്ങാണ്. അദ്ദേഹം ഒത്തിരി സോങ്സ് എഴുതിയിട്ടുണ്ട്. നല്ലൊരു പാട്ടുകാരനും കൂടിയാണ്. പിന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്ന പാട്ടെന്ന് പറഞ്ഞാൽ നെഞ്ചകം തീർന്ന നേരം, അതുപോലെ എല്ലാം സഹിക്കുവാൻ. പക്ഷെ ഞങ്ങളിന്ന് പാടാൻ പോകുന്നത് കണ്ണീര് വീണാലും എന്നുള്ള പാട്ടാണ് ഞങ്ങൾ ഇന്ന് പാടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ പേരൻസ് മരിച്ചതിന് ശേഷം സ്കൂട്ടറിൽ മരിക്കുകയുണ്ടായി. അത് നമ്മളെല്ലാവരെയും കണ്ണുനീരിൽ ആഴ്ത്തിയൊരു സംഭവമാണ്. കേരളം മുഴുവൻ കരഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ പേരൻസ് രണ്ടുപേരും ഒരു ദിവസം തന്നെ ആ സ്റ്റേജിൽ അടക്കത്തിൻ്റെ ദിവസവും അദ്ദേഹം അത് പാടുകയും അങ്ങനെയാണ് ഞങ്ങളൊക്കെ അതറിയുന്നത്. കേരളത്തിലുള്ളവരെല്ലാവരും. അപ്പം അതിനുശേഷം ആ പാട്ട് ഒത്തിരി ഗായകർ പാടിയിട്ടുണ്ട്. ശരിക്കും ഈ സോങ് കണ്ടപ്പോൾ എനിക്ക് എന്നെ ദൈവം കാണിച്ചൊരു കണ്ണീരിനെ കുറിച്ച് പറയുന്ന ഒരു ഭാവം. അതായത് 2 രാജാക്കന്മാർ 20:5 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു കാര്യങ്ങളാണ്. അതായത് ഹിസ്കിയാവിന് രോഗം പിടിച്ച സമയത്ത് അപ്പോൾ യെശയ്യാ പ്രവാചകനോട് ദൈവം സംസാരിച്ചിട്ട് പറയുന്ന, യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിനോട് പറയുന്ന ഒരു ദൂതാണ് അവിടെ ആദ്യം പറയുന്ന ദൂത്. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കില്ല. ദൈവം പറയാണ് നിന്റെ ഗ്രഹകാര്യങ്ങൾ നീ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകാൻ പോവാണ്. അപ്പൊ ഹിസ്കിയാവ് എന്തുവാ ചെയ്തത്? ഹിസ്കിയാവ് അടുത്ത ഭാഗത്തിൽ പറയുന്നു, ചുവരിന്റെ നേരെ തിരിഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചു. നീ അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ആ ഹിസ്കിയാവ് കരഞ്ഞതിന് ശേഷം വീണ്ടും ദൈവം യെശയ്യാ പ്രവാചകനോട് പറയും, നീ വീണ്ടും തിരിച്ചു പോയിട്ട് ഹിസ്കിയാവിനോട് അടുത്തൊരു ദൂത് പറയുന്നു. അതെ, മടങ്ങിച്ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. കണ്ടോ? അപ്പൊ കണ്ണുനീരിന് വിലയുണ്ടോ? നമ്മള് കണ്ണുനീരെന്ന് പറയുന്നത് നമ്മള് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ കരയാനല്ല പറയുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ കണ്ണുനീരിനെ മറികടക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം, അല്ലേ? അത് ദൈവം കണ്ണുനീരിനെ മറികടക്കാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ദൈവസന്നിധിയിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കരയുകയാണെങ്കിൽ ദൈവം അതിന് ഒരു വ്യത്യാസം വരുത്തും, അത് പ്രവർത്തിക്കുമെന്ന് ആണ് ദൈവം എനിക്ക് കാണിച്ചു തന്നൊരു വചനമാണ്. കണ്ണുനീരിനെ ജലാശയമാക്കി തീർക്കുന്നു, അല്ലേ? നമ്മുടെ കണ്ണുനീരിനെ ജലാശയമാക്കി തീർക്കുന്നു. അതുപോലെ പറയുന്നു, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം പറഞ്ഞു. അപ്പൊ കർത്താവ് നമ്മുടെ കഷ്ടതയില്ലാത്ത ജീവിതമല്ല ക്രിസ്ത്യാനി ജീവിതം. ക്രിസ്ത്യാനിയെന്നല്ല, എല്ലാ ദൈവത്തെ അന്വേഷിക്കുന്ന യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും കഷ്ടതയുണ്ട്. അനേക കഷ്ടങ്ങളിൽ കൂടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് കടക്കേണ്ടതാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പം നമ്മളെ കഷ്ടതയിൽ കൂടെ കടക്കുമ്പോൾ ഉടനെ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല, വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ദൈവമല്ല. അവൻ നമ്മുടെ കണ്ണുനീരിനെ നിശ്ചയമായിട്ട് കരുണ തോന്നുന്ന ദൈവമാകുന്നു. സ്തോത്രം. അപ്പം ആ പാട്ട് പാടി നമുക്ക് ദൈവത്തെ
അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോടു ചേർക്കുന്നൊരേശുണ്ട്. നിന്നെ നെഞ്ചോടു ചേർക്കുന്നൊരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായുള്ളവനോ എല്ലാറ്റിനും ഉടയവൻ, സ്വന്തമായുള്ളവനോ എല്ലാറ്റിനും ഉടയവൻ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. കണ്ണാലെ കാണുന്നോർ കണ്ടില്ലെന്നാകിലും, കണ്ണാലെ കാണുന്നോർ കണ്ടില്ലെന്നാകിലും, കാണുന്നോരേശുവൻ കൂടെയുണ്ട്. എന്നെ കാണുന്നോരേശുവൻ കൂടെയുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. വളരെ ആശ്വാസം നൽകുന്ന ഒരു ഗാനം അല്ലേ? കണ്ണുനീരിൻ്റെ അതിൽ കൂടെ കടന്നു പോകുന്നവർക്കെല്ലാം വളരെ ആശ്വാസം നൽകുന്ന ഒരു ഗാനമാണ്. യേശു നമ്മളോട് കൂടെയുണ്ട്. അപ്പൊ കണ്ണീര് വരുമ്പോ അത് കർത്താവിന്റെ സന്നിധിയിൽ അതെ, കണ്ണീര് ഒഴുക്കണം. മനുഷ്യന്റെ മുമ്പിലല്ല. അപ്പൊ കർത്താവ് അതിന് ഒരു പ്രതിവിധി ഒരുക്കും. അതെ. അപ്പം നമ്മൾ നെക്സ്റ്റ് പസിലിലേക്ക് പോവാണ്. അടുത്ത പസിൽ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സങ്കീർത്തനം പറയാണ്. അതായത് സങ്കീർത്തനം 23. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അതായത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന സങ്കീർത്തനമാണ് സങ്കീർത്തനം 23. അത് അതേപടി എഴുതിയിരിക്കുന്ന ഒരു ഗാനമുണ്ട്. അതുപോലെ തന്നെ വരണേ, അതേ സ്റ്റെപ്സ് ആയിരിക്കണം, അതേ വാക്കുകൾ, മീൻസ് അത് ഇച്ചിരി മാറി വരും. അതേ രീതിയിൽ അതേ ഒഴുക്കിൽ തന്നെ വരുന്ന അതേ ഒരു പാട്ട് ഉണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതാണ്. അത് ഈസിയാണ്. അത് എഴുതിയ ആളിന്റെ പേരോട് പറയാം. അതെ, സങ്കീർത്തനം എഴുതിയ ആളല്ല, സങ്കീർത്തനം എഴുതിയ ആള് ദാവീദാണ്. പാട്ട് എഴുതിയ ആളുടെ പേര് പറയുക. അപ്പൊ ഇത് രണ്ടിന്റെ ആൻസർ പറയണം. സങ്കീർത്തനം അതേത് പാട്ടാണ്, അത് എഴുതിയ ആളുടെ പേര് കൂടെ പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾക്ക് മെയിൽ അയക്കുക. എല്ലാവരും നിങ്ങൾക്ക് എഴുതി അറിയിക്കുക, നിങ്ങൾക്ക് സജഷൻസ് അറിയിക്കുക. അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഞെക്കണം, എന്നാലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഒരു കുത്ത് കൊടുക്കുക, അപ്പുറത്തൊരു കുത്തുകൂടെ കൊടുക്കുക. അതായത് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പസിലൊക്കെ ചേരേണ്ടതല്ലേ, അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പലരും പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന്.
അപ്പോൾ അത് വരാതിരിക്കാൻ എല്ലാവരും ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പലരും പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നിട്ടുണ്ട്. ഞങ്ങൾ ആ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ തരാൻ മറക്കരുത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നത് വരെയും എല്ലാവർക്കും ഞങ്ങളുടെ ബൈ.